ഹലോ, നമ്മളിന്ന് വീണ്ടും ഒരു സിപ്പപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സിപ്പപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് എങ്ങനെ ചേർക്കണം എന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിന്ന് എന്തെല്ലാം ചേർത്താണ് നമ്മൾ സിപ്പപ്പ് ഉണ്ടാക്കണേ, വീട്ടിലേക്ക് നമുക്ക് സ്വന്തം ആവശ്യത്തിനായിട്ട് കഴിക്കാൻ വേണ്ടി എങ്ങനെ സിപ്പപ്പ് ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് ആദ്യമായിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 2.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി അതിന് ശേഷം അതിനകത്തേക്ക് പഞ്ചസാര ഒരു 1.5 കിലോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ചേർക്കാൻ വേണ്ടി ഒരു 1 കിലോയോ 1.5 കിലോയോ ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര ആ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. ഒരു കിലോ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ചും കൂടി വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് പഞ്ചസാര ഇല്ലാതാവുന്ന വരെ ഇളക്കി ഒരു പാനി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് വെള്ളത്തിൽ പഞ്ചസാര ലയിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം മിൽമയുടെ പാല് 1/2 ലിറ്ററാണ്. അതൊരു 2 പാക്കറ്റ്. പിന്നെ ഇവിടെ ഇരുന്ന ഒരു നാടൻ പാല് 1/2 ലിറ്റർ. അപ്പോൾ നാടൻ പാല്, ഈ മിൽക്ക് കവർ പാല് നമ്മൾ അതിനകത്ത് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. പിന്നെ ബാക്കി ഇതിനകത്ത് നമ്മൾ നാടൻ പാല് മേടിച്ചൊരു 1/2 കുപ്പി എടുത്തുണ്ട്, അതും കൂടി ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റ്, 5 രൂപയുടെ പാക്കറ്റിൻ്റെ ബൂസ്റ്റാണ്. അത് നമ്മൾ പൊട്ടിച്ച് ഒരു 10 കവർ, ഒരു 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിത് കലർത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് 2 ടൈപ്പ് സിപ്പപ്പ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചോക്ലേറ്റിൻ്റെ, അതായത് ചോക്ലേറ്റിൻ്റെ എസൻസും ബൂസ്റ്റും എല്ലാം ചേർത്ത് ഒരു മിൽക്ക് പാലൊക്കെ റെഡിയാക്കി വെള്ളം മിക്സ് ചെയ്ത് ഓർമ്മ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് മിൽക്ക് മെയ്ഡ്, നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ആയതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വാനിലയുടെ എസൻസ്, ഇത് വാനില എസൻസാണ്, നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും വാനില എസൻസ്. അത് നമ്മളൊരു കുറച്ച് വളരെ മൈന്യൂട്ടായിട്ട് അത് ചേർക്കുക. ഒപ്പം മിൽക്ക് മെയ്ഡ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സിപ്പപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ സിപ്പപ്പിൻ്റെ കവറിനേക്കാൾ കുറച്ച് വീതി കൂടിയതാണ്. അതായത് മിൽക്കിൻ്റെ സിപ്പപ്പ് ഉണ്ടാക്കുന്നത് കുറച്ച് വീതി കൂടിയതാണ് നല്ലത്. അപ്പോൾ നീളം കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് സിപ്പപ്പിൻ്റെ കവറിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ സൊല്യൂഷൻ മിക്സ് ചെയ്ത് വെച്ച അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകാം. അപ്പോൾ നമ്മളിത് ഈ കവറിനകത്ത് അതിൻ്റെ മിക്സ് ചെയ്ത ഇത് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അത് ഈ പ്രസ്സിംഗ് മെഷീൻ വെച്ച് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ടിങ്സ് അത് പൊട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മളത് ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ച് അതിനുശേഷം ഇതിൻ്റെ അങ്ങേയറ്റം
ഇതിൻ്റെ അങ്ങേയറ്റം നമ്മൾ എടുക്കുക, കൈ പിടിച്ചിട്ട് ഇത് ഇതുപോലെ ഇത് ഇവിടെ പ്രസ് ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ടൈറ്റ് ആവും. ടൈറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ മെഷീനകത്തേക്ക് വെക്കുക. മെഷീനകത്തേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഓരോന്നായി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്യുകയാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നത്, നമുക്ക് ലീക്കൊന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ നമുക്ക് നിസ്സാരത തോന്നുമെങ്കിലും കുറച്ച് പ്രാക്ടീസൊക്കെ അതിന് ആവശ്യമാണ്. നമ്മൾ 2 തവണ ചെയ്ത് കഴിഞ്ഞിട്ടെല്ലാം ഓക്കെ ആവും. ഈ ഡ്രസ്സിംഗ് മെഷീൻ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിനകത്തുള്ള കോയിലിൻ്റെ പ്രത്യേകത അത് റൗണ്ട് കോയിലാണ്. സാധാരണ പ്രാക്ടീസ് മെഷീൻ്റെ ഫ്ലാറ്റ് കോയിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ് റൗണ്ട് കോയിലാക്കിയിട്ട് വേണം ഇങ്ങനെ മേടിക്കാൻ. എങ്കിലേ ഇത് കട്ടായി കിട്ടുള്ളൂ. സിപ്പിൻ്റെ കവർ ഇങ്ങനെ കട്ടായിട്ട് രണ്ടായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ തന്നെ ഒരു 10-20 അടിച്ചിട്ടുണ്ട്. ഇന്ന് 2 ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വാനില, ഒന്ന് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റാണ്. നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കാരണം എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല.